ഇന്ന് നമുക്ക് മസാല ചപ്പാത്തി ഉണ്ടാക്കാം കേട്ടോ. ഞാൻ അതാണ് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇതൊരു ലേശം നെയ്യ് പുരട്ടി ചപ്പാത്തി. ഇതെന്താ ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് ക്യാരറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തു. എന്നിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ആ ഗ്രേറ്റ് ചെയ്തതിലേക്ക് നമ്മൾ ഗോതമ്പ് മാവ് ഇട്ടു. ഒരു ക്യാരറ്റേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. കഷ്ടി ഒന്നര കപ്പ്, അതായത് 240 ml ഇതിലാണ്, കപ്പിലാണ് ഞാൻ ഗോതമ്പ് മാവ് എടുത്തത്. അതായത് ഒരു 8 ചപ്പാത്തിക്കുള്ള ഗോതമ്പ് മാവ്. അപ്പോൾ എന്ത് ചോദിച്ചാൽ ഈ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റിലേക്ക് ഞാൻ ഈ ഗോതമ്പ് മാവ് ഇട്ടു. എന്നിട്ട് ഗോതമ്പ് മാവ് ഇട്ടിട്ട് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എന്നിട്ട് ഈ ക്യാരറ്റും ഈ ഇതും കൂടി ഒരു അര സ്പൂൺ നെയ്യും, എന്നിട്ട് ഈ ക്യാരറ്റും ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തു. നെയ്യും ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തു. എന്നിട്ട് അതിലേക്ക് കഷ്ടി 3/4 ഗ്ലാസ് വെള്ളമേ വേണ്ടിയൊന്നുള്ളൂ, കാരണം ക്യാരറ്റിൻ്റെ നനവുണ്ടല്ലോ. എന്നിട്ട് ആ ക്യാരറ്റിൻ്റെ നനവും ഈ വെള്ളം പാകത്തിന് നോക്കിയിട്ടാണ്, കുറേശ്ശെ കൂട്ടിയിട്ടാണ് കേട്ടോ കുഴച്ചത്. അങ്ങനെ നന്നായി കുഴച്ചു. എന്നിട്ട് കുഴച്ച് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. എന്നിട്ടിപ്പം ഞാൻ ഉണ്ടാക്കുക. ഇപ്പോൾ ഇത് ചുടുന്നത് ഇങ്ങനെയാണ്. ചട്ടി ലോ ഫ്ലെയിമിൽ വെച്ചു. എന്നിട്ട് ഈ പരത്തിയത് ഇപ്പോൾ കണ്ണുണ്ടാവുമല്ലോ അല്ലേ, പൊള്ളയ്ക്കുന്നത് കണ്ണില്ലേ, നമ്മളിങ്ങനെ അമർത്തുമ്പോൾ പൊള്ളയ്ക്കും കണ്ടോ. എന്നിട്ട് ഞാൻ ഇത് കുറേശ്ശെ നെയ്യ് മീതെങ്ങനെ പരട്ടി കൊടുത്തു. എന്നിട്ട് ലോ ഫ്ലെയിമിലുള്ള ചട്ടിയിലാണ് ഇതിട്ടത്. കണ്ടു, അപ്പോൾ കാണാല്ലേ. ഇനി ഇതാ സിമ്മിലേക്കാക്കിയിട്ട് അടുത്തത് ഇടുമ്പോൾ സിമ്മിൽ ആയിട്ടാണ് നെയ്യ് പരട്ടുക. എന്നിട്ടിങ്ങനെ എടുക്കും. ഇതുണ്ടോ, ഇതിലിപ്പോൾ ഇതിൽ ക്യാരറ്റ് ഉണ്ട്. ഇതും കുറച്ച് പുതിന ചട്നി ഉണ്ട് വെച്ചാൽ നമുക്ക് വേറെ കറിയൊന്നും വേണ്ട, നല്ല ടേസ്റ്റുമാണ്. ഇതിൽ ക്യാരറ്റും ഉണ്ട്, കുറച്ചൊരു ചെറിയ സ്പൈസിനെസ് എരിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. ഞാൻ കാണിച്ചു തരാം. എപ്പോഴും ലോ ഫ്ലെയിമിൽ ചട്ടി ഇരിക്കണം, എന്നിട്ടേ നമ്മൾ ഇടാവുള്ളൂ. അപ്പോൾ കണ്ടോ, ഇത് ലോ ഫ്ലെയിമിലാണ്. അപ്പം ഞാൻ പരത്തിയ ചപ്പാത്തി ക്യാരറ്റ് ഇട്ടിട്ടുള്ളതായാലും അല്ല, സാധാരണ നോർമൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴും എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിൽ ഇടുക. എന്നിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ആ ഭാഗം ഒന്നങ്ങോട്ട് ചൂടാവുമ്പോൾ നമ്മൾ മറിച്ചിടുന്നതോടുകൂടി ഫ്ലെയിം കൂട്ടുക. പിന്നെ ഫ്ലെയിം കൂട്ടിയിട്ട് നമുക്ക് ആവണ വരെ. അപ്പോൾ എന്താ വെച്ചാൽ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ടിരിക്കും. കുറേ നേരം വയ്ക്കണം എന്നല്ല കേട്ടോ. കണ്ടോ, ഇപ്പോഴാണ് ഞാൻ ഫ്ലെയിം കൂട്ടി. ഇനി എങ്ങനെയാ വെച്ചാൽ, ഇതിപ്പോൾ ഞാൻ നെയ്യ് വരട്ടിയതാണേ. ഇനി എങ്ങനെയാ വെച്ചാൽ, ഇനി ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് മറിച്ചിടുക. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ തവി കൊണ്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്യുക. അപ്പോൾ നല്ല പൊള്ളായിട്ട് വരും ചെയ്യും. കണ്ടോ, ഇപ്പോൾ കാണുന്നില്ലേ ഇങ്ങനെ പൊള്ളയ്ക്കുന്നതാ, കണ്ടോ, പൊള്ളായിട്ട് വരും ചെയ്യും. നല്ല ഫ്ലഫി ആയിട്ടുള്ള ചപ്പാത്തി ആയിക്കോളും. ഇതിപ്പോൾ ക്യാരറ്റ് ഇട്ടുകൊണ്ടാണ് മുഴുവൻ ഇങ്ങനെ പൊള്ളച്ച് വരാത്ത കേട്ടോ. കാരണം ക്യാരറ്റ് ഒരു ഇതുണ്ടോ, കണ്ടോ, ആ വെജിറ്റബിളിൻ്റെ. ഇപ്പോൾ ഇതാ ഇങ്ങനെ ഫുൾ ഫ്ലെയിമിലാണ്. ഇതിപ്പോൾ ക്യാരറ്റ് മാത്രമല്ല, പൊട്ടറ്റോ ഇട്ടിട്ട് നമ്മൾ ആലു പൊറാത്ത എന്ന് പറയണ പോലെ അങ്ങനെയും ചെയ്യാം കേട്ടോ. പൊട്ടറ്റോ അല്ലെങ്കിൽ ബീറ്റ്റൂട്ട് ഒക്കെ ഇടാം. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് വേറെ കുറേ കറിയുടെ ആവശ്യമില്ല. ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതും പുതിന ചട്നിയും കൂടി കൂട്ടിയിട്ട് വെച്ചാൽ നമുക്ക് വേറെ കറിയൊന്നും വേണ്ടി, നല്ല രസം. അപ്പോൾ അതാ സിമ്മിലാക്കി. ഇനി നമുക്ക് എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മസാല ചപ്പാത്തി കണ്ടോ. നോക്കൂ, പൊട്ടിച്ചാലും അതെ, കണ്ടോ, ഇങ്ങനെ നല്ല ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യും നമുക്ക്. ഇതാണ്ടോ, കാണുന്നുണ്ട് അല്ലേ. എന്നിട്ട് ഇതിന്
ഇത് സാമ്പാറാട്ടോ. സാമ്പാർ അത് വേണമെങ്കിൽ, സാമ്പാറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് കണ്ട് വളരെ സോഫ്റ്റാണ്, ഇങ്ങനെ തന്നെ കഴിക്കാം നമുക്ക്. ഇതും പുതിന ചട്നിയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ക്യാരറ്റ്, ഉപ്പ്, നെയ്യ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ദെൻ ഗോതമ്പ് മാവ്, എന്നിട്ട് കൂട്ടി കുഴച്ചത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ചു. നല്ല സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കി. ഓക്കെ.